പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ശഅബാൻ വിട പറയുന്നു. പുണ്യങ്ങളേറെ നിറഞ്ഞ വിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. ശഅബാൻ വിട പറഞ്ഞ് റമളാൻ കടന്നു വരുന്ന വിശുദ്ധമായ ഈ ദിനം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ അന്നത്തെ രാത്രിയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട, മറക്കാതെ നമ്മൾ എന്തായാലും ജീവിതത്തിൽ കൊണ്ടുവരേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തോ ഈ റമളാൻ നമുക്ക് അനുകൂലമാകും. അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമളാൻ വരികയാണ്. റമളാൻ മാസത്തിലെ നോമ്പിൻ്റെ നിയ്യത്ത്, ആ നോമ്പിൻ്റെ നിയ്യത്തിൽ പലർക്കും പല സംശയങ്ങളുണ്ട് അല്ലേ? ചില ആളുകൾക്കുള്ള സംശയമാണ്, ചിലപ്പോൾ ഇടയത്താഴത്തിൻ്റെ സമയത്തായിരിക്കും നിയ്യത്ത് വെക്കാൻ ഓർക്കുക. അപ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ ഇന്നത്തെ നോമ്പിന് എന്നാണോ നാളത്തെ നോമ്പിന് എന്നാണോ വെക്കേണ്ടത്? പലർക്കുള്ളൊരു സംശയമാണ് അല്ലേ? ആ സംശയത്തുള്ള കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരാൾ നിയ്യത്ത് ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയാൽ പിറ്റേന്ന് അയാൾ പിടിക്കുന്ന നോമ്പ് അയാൾക്ക് കിട്ടണമെങ്കിൽ, ആ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് റമളാനിൻ്റെ പ്രഥമ രാത്രി തന്നെ നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം ചെയ്താൽ റമളാനിൻ്റെ 30 ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലവും നമുക്ക് കിട്ടും. അതേതാണ് ആ കാര്യം? ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. പല ഉമ്മമാരും വലിയ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഉസ്താദെ, ഞങ്ങൾക്ക് റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയും അതുപോലെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഒന്ന് നിസ്കരിക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല, ഞങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയമാണ്. വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. അങ്ങനെയുള്ള ഉമ്മമാർക്കും നിങ്ങൾക്ക് പരിപൂർണമായ നോമ്പിൻ്റെയും അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരത്തിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടണോ? നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യം കൊണ്ടുവന്നാൽ മതി. ഏത് കാര്യം? ഇന്നത്തെ ക്ലാസ്സിലുണ്ട്, കേട്ടു നോക്കണേ. ഇത്രയും ഒരുപാട് അമൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമ്മളെ റമളാനിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ, പരിശുദ്ധമായ, പരിപാവനമായ, വിശുദ്ധമായ റമളാൻ, ആ റമളാനിലേക്ക് നമ്മളെ ഇതാ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എത്തിപ്പിടിക്കാനുള്ള ദൂരം മാത്രമാണ് റമളാൻ നമുക്കിനി ഉള്ളത്. കാരണം പരിഭാവനമായ റമളാനിലേക്ക് ഒന്ന് എത്തിക്കണേ എന്ന് നമ്മൾ 2 മാസമായി ദ്വാരക്കുന്നു അല്ലേ? ആ റമളാൻ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫളീലത്തുമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കാലം മുഴുവനും, വർഷം മുഴുവനും 365 ദിവസവും അള്ളാഹുവേ റമളാൻ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുമെന്നാണ്. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറില്ല. എന്താണ്, റമളാൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വരെ ചിന്തിക്കുന്നവരാണ് പലരും. അല്ലാഹു തആല അത്തരക്കാരിൽ നമ്മളെ പെടുത്താതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റമളാൻ നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഏതായാലും ഞങ്ങളിൽ നിന്നും ശഅബാൻ വിട പറയുകയാണ്. റമളാൻ ഞങ്ങളിലേക്ക് വരികയാണ്. അല്ലാഹുവേ, നല്ല രൂപത്തിൽ ശഅബാനിനെ യാത്രയാക്കാനും പുണ്യമായ റമളാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരുന്നു. പുണ്യമായ ശഅബാനിൻ്റെ അവസാനത്തെ ദിനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പള്ളിയിൽ നേരത്തെ പോവുക. കാരണം ഇന്ന് പള്ളിയിൽ ഉസ്താദുമാർ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ റമളാനിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, റമളാനിലേക്ക് നമ്മൾ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, എത്രമാത്രം ജാഗ്രതയോടെ ആയിരിക്കണം എന്നുള്ള വിഷയങ്ങളായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിശുദ്ധമായ റമളാൻ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിശുദ്ധമായ റമളാനിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തറാവീഹ് നമസ്കരിക്കാൻ കാത്തിരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ മഗ്‌രിബോടുകൂടി എന്തായാലും നമ്മൾ മറന്നു പോകരുത്. കാരണം ആ സമയത്ത് നമ്മൾ പലപ്പോഴും മറ്റ് തിരക്ക്, പള്ളിയിലേക്ക് പോകലും, ചിലപ്പോൾ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങലും, അപ്പോൾ അത് പല പല തിരക്കുകളായി പോയിട്ട് ഇപ്പം പറയുന്ന കാര്യം വിട്ടുപോകരുത്. നേരത്തെ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു ദുആ ഉണ്ടല്ലോ അല്ലേ? അത് നമുക്കൊന്ന് ഇപ്പം പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്, ഈ ഒരു മാസത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി
ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ആ പുണ്യമായ ദുആ നമ്മൾ ആത്മാർത്ഥമായി പറയണേ. പറഞ്ഞാൽ ഈ റമദാനിൽ ഒരു അല്ലലും അലട്ടലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു മാറ്റി തരുന്നതാണ്. ഒരുപാട് ഖൈറാത്തുകൾ ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് തരുന്നതാണ്. ഒരുപാട് സന്തോഷ വാർത്തകൾ കേൾക്കാൻ നമുക്ക് പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ദുആ മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ മുൽക്ക്. പിന്നെ ഉസ്താദെ ഇവിടെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് സൂറത്തുൽ മുൽക്ക്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കിടക്കാൻ വേണ്ടി പോകുമല്ലോ, ആ ഒരു സമയത്ത് ഒരു 4 മിനിറ്റ് മാറ്റി വെക്കണേ. 4 മിനിറ്റ് മാറ്റി വെക്കണേ സൂറത്തുൽ മുൽക്കിന് വേണ്ടി. സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഈ റമദാൻ നമുക്ക് അനുകൂലമാകും. മാത്രമല്ല റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ത്വര നമുക്ക് അല്ലാഹു തആല തരും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നമുക്ക് കിട്ടുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ ഈ റമദാനിൻ്റെ പ്രഥമ രാത്രി, റമദാനിൻ്റെ ആദ്യ രാത്രി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മഹത്തുക്കൾ പറയുന്നു, ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വർഷത്തേക്കുള്ള പാപങ്ങൾ പുറത്തു തരികയും ഒരു വർഷത്തേക്കുള്ള കാവൽ അല്ലാഹു തആല തരുകയും ചെയ്യുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ എന്താണ് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബ് ഉൾപ്പെടെ ഒരുപാട് ഉലമാക്കൾ അതിൽ പറയുന്നുണ്ട്, റമദാൻ ഒന്നാണെന്ന് മനസ്സിലായാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പറ്റുന്നത് പോലെ സൂറത്തുൽ ഫത്ഹ് ഓതുക. ഇവിടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി ഫീ അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫത്ഹ് ഓതി കഴിഞ്ഞാൽ ഹഫിള ദാലികൽ ആം, ഒരു കൊല്ലത്തേക്ക് അല്ലാഹുവിന്റെ കാവൽ അവനക്ക് കിട്ടും. വസിഅ അല്ലാഹു തആല റിസ്ഖഹു, അല്ലാഹു അവന്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കും. വഫതഹ അലൈഹി, അവന്റെ മേൽ അല്ലാഹു തആല എല്ലാ ഖൈറുകളുടെയും വാതിലുകളൊക്കെ തുറന്നു കൊടുക്കുമെന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാനിലേക്ക് കടക്കുന്നു. തറാവീഹ് നിസ്കാരം ഉണ്ടാകും. അപ്പോൾ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ തന്നെ അല്ലെ, നാളെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ പിന്നെ ഖുർആനിന്റെ മാസം വന്നിരിക്കുകയാണ്. പിന്നെ ഖുർആൻ എടുത്ത് ഓതലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണ് നമുക്ക് പറ്റുന്നത് പോലെ സൂറത്തുൽ ഫത്ഹും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കും ഓതാൻ മറന്നു പോകരുത്. അല്ലെ, നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹുവേ, പാപങ്ങളും പുറത്തു തരണേ, ടെൻഷനുകൾ ദൂരീകരിക്കണേ, അതുപോലെ തന്നെ ജോലി ഖൈറായത് തരണേ, അതുപോലെ വീട് പണിയൊക്കെ എളുപ്പത്തിലാക്കണം. ഇങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ നമുക്ക് ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യാൻ പറ്റിയ രാത്രിയാണ് റമദാനിൻ്റെ ആദ്യത്തെ രാത്രി. പിന്നെയോ വീണ്ടും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ റമദാനിൻ്റെ ആദ്യത്തെ രാത്രി അവൻ വിജയിയാണോ പരാജിതനാണോ എന്ന് അവനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? റമദാനിൻ്റെ പ്രഥമ രാത്രി അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് നോക്കുമെന്നാണ്. അള്ളാഹു ഭൂമി ലോകത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിൻ്റെ നോട്ടം, വെറും നോട്ടമല്ല, റഹ്മത്തിൻ്റെ നോട്ടം, ആ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടിയാൽ വമൻ നളറ ഇലൈഹി ലം യുഅദ്ദിബുഹു എന്നാണ്. അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഇങ്ങനെ അടിമകളിലേക്ക് നോക്കുന്നു, അടിമകൾ തിരിച്ച് അള്ളാഹുവിലേക്ക് നോക്കുന്നു. അപ്പോൾ ആ 2 നോട്ടവും കൂടി ഒന്നിച്ചു വരുമ്പോൾ അള്ളാഹു തആല അവനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കുമെന്നാണ്. അതായത് നാളത്തെ രാത്രി എന്ത് ചെയ്യണം? ഈ നോട്ടം നോക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് ഇബാദത്തിൽ മുഴുകുക. നാളെ ഏതായാലും ഇൻഷാ അല്ലാഹ് റമദാൻ 1 എന്നറിഞ്ഞാൽ പിന്നെ ആദ്യത്തെ തറാവീഹ് അല്ല, അതിപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, നമുക്ക് 2 തൊട്ട് അല്ലെങ്കിൽ 3 തൊട്ടൊക്കെ പോയാൽ മതി. ഇപ്പോൾ എന്താണ് പെട്ടെന്ന് അങ്ങോട്ട് തറാവീഹ് നിസ്കരിക്കണോ എന്നൊക്കെ ചിലപ്പോൾ പൈശാചികമായ ചില ദുർബോധനങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാകും. അതുണ്ടാവാൻ പാടില്ല. നാളത്തെ രാത്രി ഒരു മനുഷ്യൻ ദുആ അധികരിപ്പിച്ചാൽ, ഇപ്പോൾ പറഞ്ഞ 2 സൂറത്തുകൾ മറക്കാതെ ഓതിയാൽ, ഇസ്തിഗ്ഫാറുകളൊക്കെ അധികരിപ്പിച്ചാൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കണമെന്ന് നല്ല നിയ്യത്ത് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് കാണാം, വമൻ നളറ ഇലൈഹി ലം യുഅദ്ദിബുഹു. അല്ലാഹു ഇങ്ങനെ നോക്കുന്നു, നമ്മൾ അല്ലാഹുവിലേക്ക് നോക്കുന്നു. അല്ലാഹുവിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നല്ല അമലുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മളിങ്ങനെ അടുക്കുന്ന സമയത്ത് അല്ലാഹു തആല എന്താണ്? ലം യുഅദ്ദിബുഹു. അല്ലാഹു തആല ഒരിക്കലും നമ്മളെ ശിക്ഷിക്കില്ല, നരകത്തിലേക്കൊന്നും പോവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധമായ റമദാൻ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റാണ് അല്ലേ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ അല്ലേ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള പുണ്യമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ഈ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് ചോദിച്ചാൽ പലരും അത് 27-ാം രാവിനല്ലേ, 27-ാം രാവിനല്ലേ എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു, അതുകൊണ്ട് അന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പല ആളുകളും. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്.
ചിലപ്പോൾ 17-ാം രാവാവാം, 21, 23, 25, 27, 29 രാവുകളാവാം. ചിലപ്പോൾ 11-ാം രാവാവാം, ചിലപ്പോൾ 13-ാം രാവാവാം. അങ്ങനെ പറഞ്ഞ ഉലമാക്കളിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, റമളാനിൻ്റെ പ്രഥമ രാത്രിയിൽ, റമളാനിൻ്റെ ആദ്യത്തെ രാത്രി ഒരുപക്ഷെ ലൈലത്തുൽ ഖദ്റാവാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ മഗ്‌രിബോടുകൂടി പരിശുദ്ധമായ റമളാനിലേക്ക് കടക്കുന്നു. ഒരുപക്ഷെ അന്നായിരിക്കാം ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും അല്ലാഹുവിനെ വിസ്മരിക്കുന്ന ഒരു കാര്യത്തിലേക്കും ഏർപ്പെടാൻ പാടില്ല. മൻ സല്ലൽ മഗ്രിബ വൽ ഇശാ ഫീ ജമാഅത്തിൻ ഫഖദ് അസ്വാബ മിൻ ലൈലത്തുൽ ഖദ്രി മിൻ ഹല്ലിൻ വാഫിറ എന്ന് പോലും മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മഗ്രിബോട് കൂടി നമ്മൾ റമളാൻ 1 പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഓടിപ്പടിച്ച് റമളാനിൻ്റെ പുണ്യം മുഴുവനും കിട്ടാൻ ഓടിക്കതക്കേണ്ട കാര്യമില്ല. രാത്രി ഇൻഷാ അല്ലാഹ് എനിക്ക് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള നിയ്യത്ത് ഇപ്പോഴേ വെക്കുക. നമ്മൾ സൂറത്തുൽ ഫത്ഹ് ഓതുന്നു, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഓതുന്നു, മഗ്രിബ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു, പിന്നെ തറാവീഹ് നിസ്കാരം, പിന്നെ വിത്ർ നിസ്കാരം. അപ്പോൾ അന്നത്തെ രാത്രിയിൽ നമ്മൾ എന്താണോ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നത്, അള്ളാഹും അതുപോലെ നമ്മളിലേക്ക് അടുക്കുമെന്നാണ്. അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ 2 അടുക്കലും കൂടി വന്നാൽ പിന്നെ എന്താണ്? അള്ളാഹുവേ പടച്ചവനെ, ഇവിടെ നമുക്ക് മഹത്തുക്കൾ പറയുന്നു, ഫഖദ് അസ്വാബ, അവൻ കരസ്ഥമാക്കി ഫീ ലൈലത്തുൽ ഖദ്രി മിൻ ഹല്ലിൻ വാഫിറ, അതായത് ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യങ്ങളിൽപ്പെട്ട ഒരു പുണ്യം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ഈ മഗ്രിബ് നിസ്കാരം ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ ഒരു വിഭാഗം പുണ്യങ്ങളെല്ലാം നമുക്ക് നേടാൻ പറ്റും. മഗ്രിബ് ചിലപ്പോൾ ജമാഅത്തായി നിസ്കരിക്കും, പലപ്പോൾ ഇശാ നിസ്കാരം പലപ്പോഴും ജമാഅത്തായിട്ട് നിസ്കരിക്കാറുമില്ല, ഒറ്റക്ക് നിസ്കരിക്കാറുമില്ല, ചിലപ്പോൾ ഖളാ ആയി പോകുന്ന അവസ്ഥയെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ 3 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത്, ലൈലത്തുൽ ഖദ്റിൻ്റെ രാവാൻ സാധ്യതയുള്ള രാവാണ് റമളാൻ. എന്നാണോ 1 അന്നത്തെ രാത്രി. അപ്പോൾ അന്നത്തെ രാത്രി നമ്മൾ ഹയാത്താക്കുക. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇരിക്കണമെന്നല്ല, ആ പതിവിന് വിപരീതമായി നമ്മൾ എന്തെങ്കിലും ഒരു സൽക്രമം കൂട്ടത്തിൽ കൊണ്ടുവരിക, അതാണ് ഹയാത്താക്കൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഗ്‌രിബോടി, അതായത് ആ പുണ്യമായ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇശായും മഗ്‌രിബും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയപ്പെട്ട സൂറത്തുകൾ ഓതുക. വിശുദ്ധമായ റമളാനിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, നിലാവ് കണ്ട് പ്രവേശിച്ചാൽ അന്ന് തറാവീഹ് നിസ്കാരമുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ തറാവീഹ് നമസ്കാരം, ആ ആദ്യത്തെ തറാവീഹ് നമസ്കാരം നിസ്കരിച്ചാൽ അവനക്കൊരു പ്രതിഫലമുണ്ട്. ഇങ്ങനെ 30 ദിവസവും തറാവീഹ് നമസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവർക്ക് ഓരോ തറാവീഹ് നമസ്കാരത്തിലും വ്യത്യസ്തമായ നേട്ടങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അതായത് അവൻ്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കുന്നു, അവൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നു, പിന്നെ അവൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുന്നു, വിചാരണയില്ലാതെ സ്വർഗ്ഗം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഓരോ ദിവസത്തെയും തറാവീഹ് നമസ്കാരത്തിനുള്ളത്. ഇൻഷാ അല്ലാഹ് പറ്റുന്നതുപോലെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു തറാവീഹ് നിസ്കാരവും ഉപേക്ഷിക്കാൻ പാടില്ല. ആദ്യത്തെ തറാവീഹ് അല്ലേ, അത് ഇപ്പോൾ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ തൊട്ട് നിസ്കരിക്കാം, ഫ്രഷ് ആയിട്ട് നിസ്കരിക്കാം, ഞാനൊന്നും തയ്യാറായിട്ടില്ല എന്നൊന്നും പറഞ്ഞാലും ആദ്യത്തെ ദിവസത്തിലെ തറാവീഹ് നിസ്കാരം മാറ്റിക്കളയരുത്, അത് ഉപേക്ഷിക്കരുത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഉസ്താദേ, ഈ തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ പകൽ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ നിസ്കരിക്കേണ്ട നിസ്കാരമല്ലേ എന്നൊക്കെ പറയാറുണ്ട് ചില ആൾക്കാർ, അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ എന്നാണോ റമളാൻ 1 കടക്കുന്നത് ആ രാത്രി തൊട്ടേ തറാവീഹ് നിസ്കാരം തുടങ്ങുകയാണ്. എന്നാൽ ആ കണക്ക് ശരിയാവുള്ളൂ. അപ്പോഴേ നമ്മൾ തറാവീഹ് നിസ്കാരം തുടങ്ങുന്നു, പിറ്റേന്ന് പകൽ നമ്മൾ നോമ്പ് പിടിക്കുന്നു, പിറ്റേന്ന് നമ്മൾ നിസ്കരിക്കുന്നു അല്ലേ? അതായത് ആദ്യം ആ രാവിലുള്ള നിസ്കാരമാണ്. എന്നാണോ റമളാൻ 1 അന്ന് ആ രാവിലെ നമ്മൾ നിസ്കരിക്കുന്നത് 1ാമത്തെ തറാവീഹ്, പിറ്റേന്ന് പകൽ 1ാമത്തെ നോമ്പ്, പിറ്റേന്ന് മഗ്‌രിബോട് കൂടി 2ാമത്തെ തറാവീഹ്, പിറ്റേന്ന് പകൽ 2ാമത്തെ നോമ്പ്. അങ്ങനെ ആദ്യ നിസ്കാരം, പിറ്റേന്ന് പകൽ നോമ്പ്, അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ തറാവീഹ് നിസ്കരിച്ച് 3ാമത്തെ 4ാമത്തെ 5ാമത്തെ, ആദ്യത്തെ 10 കഴിഞ്ഞു, 2ാമത്തെ 10 കഴിഞ്ഞു, 3ാമത്തെ 10 നമ്മൾ 29ാമത്തെ നോമ്പും പിടിച്ച് കഴിഞ്ഞ് അല്ലേ, 29ാമത്തെ നോമ്പും പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിങ്ങനെ കാത്തിരിക്കും, നിലാവ് കണ്ടോ ഇല്ലയോ എന്ന്. നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്, അവിടെ തറാവീഹ് നിസ്കരിക്കാറില്ല. പിറ്റേന്ന് എന്താണ്, പിറ്റേന്ന് പെരുന്നാളാണ്. അപ്പോൾ 29 നോമ്പാണ് നമുക്ക് കിട്ടുന്നത്, 29 തറാവീഹ് നിസ്കാരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 29 തറാവീഹ് നമസ്കാരം കിട്ടണമെങ്കിൽ ആദ്യത്തെ പ്രഥമ രാത്രി തന്നെ നമ്മൾ തറാവീഹ് നമസ്കാരം തുടങ്ങണം.
അപ്പോൾ ഇൻഷാ അള്ളാ അന്നത്തെ രാത്രി തന്നെ നമ്മൾ തറാവീഹ് നമസ്കാരം തുടങ്ങും ഇൻഷാ അള്ളാ. അപ്പോൾ ഉസ്താദെ, തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെന്ത് ചെയ്യും? ഇൻഷാ അള്ളാ നാളെ നമ്മൾ പറയുന്നത് തറാവീഹ് നമസ്കാരം, അതിൻ്റെ A to Z കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിച്ച് എല്ലാം പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ നാളെ സുബഹിക്ക് ശേഷം ഇൻഷാ അള്ളാ നമ്മൾ ചാനലിൽ ഇറക്കുന്നുണ്ട്. അതെല്ലാവരും കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ മറന്നു പോകരുത്. റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വലിയ ഖൈറാണ്. അതായത് നീയത്ത് വെക്കുക. റമദാനിൻ്റെ നോമ്പിൻ്റെ നീയത്ത് നമ്മൾ എപ്പോഴാണ് വെക്കേണ്ടത്? തലേന്ന് രാത്രിയാണ് വെക്കേണ്ടത്. ഇപ്പോൾ നാളെ നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിൻ്റെ നീയത്ത് വെക്കണം, അല്ലാതെ നാളെ പകലല്ല. ഇപ്പോൾ സുന്നത്ത് നോമ്പിന് നമുക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് വെച്ചാലും ആ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും, നോമ്പ് പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ. എന്നാൽ റമദാനിൻ്റെ നോമ്പിൻ്റെ നീയത്ത് വെക്കേണ്ടത് തലേന്ന് രാത്രിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ സാധാരണ നമ്മളൊക്കെ പള്ളികളിൽ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് നീയത്ത് വെക്കുക. പക്ഷെ ഉമ്മമാർക്ക് ആ ഒരു ശ്രദ്ധ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാൽ ഉണ്ടാവണം. എന്ത് ചെയ്യണം? തലേന്ന് രാത്രി തന്നെ, എന്തായാലും അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്തെങ്കിലും, അതായത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? റമദാനിൻ്റെ നോമ്പിൻ്റെ നീയത്ത് മറന്നു പോകരുത്. എങ്ങനെയാണ് നീയത്ത്? നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വെച്ചതല്ലേ? എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർദായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. ഒന്നുകൂടി പറയാം. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദ് റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർദായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. അപ്പോൾ ഈ ഒരു നിയ്യത്ത് റമദാനിലെ എല്ലാ രാത്രിയിലും നമ്മൾ വെക്കണം, അടുത്ത ദിവസത്തെ നോമ്പിന് വേണ്ടി. റമദാനിലെ ഓരോ നോമ്പിനും തലേന്ന് നമ്മൾ നിയ്യത്ത് വെക്കണം. ഓരോ നോമ്പിനും ഓരോ നിയ്യത്താണ് വെക്കേണ്ടത്. ഇതാണ് ഷാഫിഈ മദ്ഹബ് പ്രകാരം നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ചില ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകും, ചിലപ്പോൾ നോമ്പുതുറയൊക്കെ ഉണ്ടാകും. തറവാട്ട് നോമ്പുതുറയായിരുന്നു, അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നിട്ട് തറാവീഹൊക്കെ നിസ്കരിച്ചു, പക്ഷേ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി, ഓർത്തില്ല. പിറ്റേന്ന് നോമ്പുകാരായിരുന്നു, പിറ്റേന്ന് പകലിലാണ് ഓർക്കുന്നത്, അല്ലാ ഇന്നലെ നോമ്പ് നിയ്യത്ത് വെച്ചില്ലല്ലോ എന്ന്. അപ്പോൾ എന്താണ്, അവിടെ നോമ്പ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ മറന്നു പോയാൽ നമുക്ക് അന്നത്തെ ദിവസത്തിൻ്റെ നോമ്പ് കിട്ടണം. അതിനെന്ത് ചെയ്യണം? റമദാനിൻ്റെ ആദ്യത്തെ രാത്രി, റമദാനിൻ്റെ പ്രഥമ രാത്രിയിൽ തന്നെ നമ്മൾ ഒരു നീയത്തും കൂടി വെക്കണം. ഏതാണ് ആ നീയത്ത്? നോമ്പിൻ്റെ നീയത്താണ്. അതായത് മാലിക്കി മദ്ഹബ് പ്രകാരം റമദാനിൻ്റെ പ്രഥമ രാത്രിയിൽ നമ്മൾ ഒരു നീയത്ത് വെക്കുന്നു. എന്താ നീയത്ത്? ഇൻഷാ അള്ളാ ഈ വർഷത്തെ റമദാനിലെ 30 നോമ്പും അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതിയിരിക്കുന്നു. ഈ ഒരു നീയത്ത് നമ്മൾ റമദാനിൻ്റെ പ്രഥമ രാത്രി തന്നെ പറയണം. എങ്ങനെയാണ് നീയത്ത്? ഇൻഷാ അള്ളാ അല്ലാഹു തആലാക്ക് വേണ്ടി ഈ പരിശുദ്ധമായ റമദാനിൻ്റെ 30 നോമ്പും ഞാൻ പിടിച്ചു വിടാൻ കരുതിയിരിക്കുന്നു. ആ ഒരു നീയത്ത് നമ്മൾ കൊണ്ടുവന്നാൽ രക്ഷപ്പെട്ടു. കാരണം ഏതെങ്കിലും ഒരു ദിവസം തലേന്ന് രാത്രി നമ്മൾ നീയത്ത് വെക്കാൻ മറന്നുപോയി, എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് മറന്നുപോയാൽ തന്നെ നമുക്ക് പിറ്റേന്നത്തെ നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റും, നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ ചില ഉമ്മമാർ ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് ഈ റമദാനിൽ 30 നോമ്പും പിടിക്കാൻ പറ്റില്ല, മെൻസസ് ഉള്ള സമയത്തുള്ള നോമ്പ് ചിലപ്പോൾ 7 അല്ലെങ്കിൽ 6 5 നോമ്പൊക്കെ നഷ്ടപ്പെട്ടു പോവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നോമ്പ് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നീയത്ത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? 30 നോമ്പിൻ്റെയും നീയത്ത് ഒന്നിച്ച് വെക്കുമ്പോൾ പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നീയത്ത് മറന്നുപോയാൽ പിറ്റേന്ന് പിടിക്കുന്ന നോമ്പിൻ്റെ പ്രതിഫലം, പിറ്റേന്ന് നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നമുക്കതിന് പ്രതിഫലം കിട്ടണം. അതിനുള്ള പരിഹാരമാണ് നമ്മളിപ്പോൾ നീയത്ത് വെക്കുന്നത്. എങ്ങനെ? പ്രഥമ രാത്രി, ആദ്യത്തെ രാത്രി തന്നെ മാലിക്കി മദ്ഹബ് പ്രകാരം ഇൻഷാ അള്ളാഹ് ഞാനിതാ നീയത്ത് വെക്കുന്നു. എങ്ങനെ? അല്ലാഹു തആലാക്ക് വേണ്ടി ഈ വർഷത്തെ റമദാൻ മാസത്തിലെ 30 നോമ്പും പിടിച്ചു വിടുവാൻ ഞാൻ കരുതിയെന്ന് അവിടെ നീയത്ത് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് നിസ്കാരം പോയാലും ഇനി പോയില്ലെങ്കിലും അതൊന്നും അവിടെ വിഷയമില്ല കേട്ടോ. 29 നോമ്പോ 28ഓ 20ഓ എത്രയാണോ നോമ്പ് പിടിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിസ്കാരം പോകുന്ന അതുമായി ബന്ധപ്പെട്ട് പ്രശ്നം വന്നാലും കുഴപ്പമില്ല കേട്ടോ. അതോടൊപ്പം തന്നെ റമദാൻ മാസത്തിൻ്റെ ഈ നീയത്തുമായി ബന്ധപ്പെട്ട് പലർക്കും ചില സംശയങ്ങളുണ്ട്. അതായത് നീയത്തിൽ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്നൊരു വാചകം ഉണ്ടല്ലോ.
അത് ഈ രാത്രി 12 മണിക്ക് ശേഷമാണ്. ഇപ്പോൾ ഒരാൾ തറാവീഹൊക്കെ നിസ്കരിച്ചു, വിത്രൊക്കെ നിസ്കരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് ശേഷമാണ് അയാൾ നിയ്യത്ത് വെക്കുന്നതെങ്കിൽ അയാൾ എന്താ പറയുക? സാധാരണ നമ്മൾ പറയുന്നത് പോലെ നാളത്തെ നോമ്പിന് അള്ളാഹു താലാക്ക് വേണ്ടിയെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ സംശയം ഉണ്ടാകും, ഇപ്പോൾ 12 മണി കഴിഞ്ഞില്ലേ, പിറ്റേ ദിവസമായി AM ആയി, അപ്പോൾ ഇന്നത്തെ നോമ്പിനെന്ന് പറഞ്ഞാൽ പോരെ. ചിലപ്പോൾ അത്താഴത്തിൻ്റെ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നിയ്യത്ത് വെക്കുക. അപ്പോൾ ആ സമയത്ത് നിയ്യത്ത് വെക്കുമ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്? നാളത്തെ നോമ്പിനെ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും, നാളത്തെ എന്നല്ലല്ലോ, ഇന്നത്തെ അല്ലേ, ഇന്നല്ലേ, ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ പകലായി. അതുമല്ല, പുതിയ ഡേറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ, പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കടന്നല്ലോ അല്ലേ. രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ പുതിയ ദിവസമാണല്ലേ. അപ്പോൾ ഇന്നത്തെ എന്നല്ലേ വെക്കേണ്ടത്, നാളത്തെ എന്നല്ലല്ലോ എന്നൊരു സ്വാഭാവികമായ സംശയം അവിടെ ഉണ്ടാകും. എന്നാൽ റമദാൻ മാസത്തിൽ നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ AM PM അത് പരിഗണിച്ചല്ല, മറിച്ച് രാവ് പകൽ അതും അനുസരിച്ചാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. അതായത് നാളത്തെ നോമ്പിനെന്ന് പറഞ്ഞാൽ അതൊരു പകലിനെയാണ് നമ്മൾ നാളെയായിട്ട് പരിഗണിക്കുക. രാവ് പകൽ എന്ന ആ ഒരു ചിന്തയിലാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ AM PM അത് നമ്മൾ സാധാരണ നമ്മൾ സമയവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതല്ല, റമദാനിൽ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഈ നാളത്തെ നോമ്പിന് എന്ന് പറയുന്ന അതിൻ്റെ ഉദ്ദേശം റമദാനിൻ്റെ പകലും രാത്രിയും അതാണ് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ സുബഹിക്ക് മുമ്പ് നമ്മൾ എപ്പോൾ നിയ്യത്ത് വെച്ചാലും നാളത്തെ നോമ്പിനെ എന്ന് വെച്ചാൽ മതി. അങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത് കേട്ടോ. ഇന്നത്തെ നോമ്പിനെ എന്നുള്ള ഒരു സംസാരമേ അവിടെ വരുന്നില്ല. അപ്പോൾ എപ്പോൾ നിയ്യത്ത് വെച്ചാൽ എന്ത് പറയുക? നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി പിടിച്ചു വീടുവാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. പല ഉമ്മമാരും ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. ഉസ്താദെ, ഞങ്ങൾ റമദാനിലേക്ക് കടക്കുകയാണ്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ മെൻസസിൻ്റെ സമയമാണ്, നിസ്കാരമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് തറാവീഹ് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ റമദാനിൽ നിസ്കാരമില്ലാത്ത ഏതൊക്കെ ദിവസമുണ്ടോ, ചിലപ്പോൾ 5 ആവാം, 6 ആവാം, 7 ആവാം, അങ്ങനെ പല ദിവസങ്ങളാവാമല്ലോ. അപ്പോൾ ആ ദിവസത്തെ നോമ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത റമദാനിന് മുമ്പ് നിങ്ങൾ ഖളാ വീട്ടണം, അത് നിർബന്ധമാണ്. പക്ഷേ ഈ സമയത്തുള്ള നിസ്കാരം അത് സുന്നത്ത നിസ്കാരമാവട്ടെ, ഇപ്പോൾ തറാവീഹ് സുന്നത്തായ നിസ്കാരമല്ലേ, തറാവീഹ് ആവട്ടെ, മറ്റ് നിസ്കാരങ്ങളാവട്ടെ, അത് ഖളാ വീട്ടേണ്ട ആവശ്യം ഇല്ല. മറിച്ച് ബാക്കിയുള്ള നിസ്കാരങ്ങൾ നമ്മൾ ഖളാ വീട്ടണം. അപ്പോൾ ഉസ്താദ്, ഞങ്ങൾക്ക് എന്താണ് ഈ സമയത്തൊക്കെ എങ്ങനെയായിരിക്കണം? ഈ സമയത്ത്, അതായത് റമദാനിൽ നിസ്കാരമില്ലാത്ത ഉമ്മമാർ അവരെന്താ ചെയ്യേണ്ടത്? നോമ്പുകാരെ പോലെ കഴിയണമെന്നാണ്. നോമ്പുകാരെ പോലെ കഴിയും, അതായത് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെയല്ല പറഞ്ഞത്. നോമ്പുകാരെ പോലെ, പുറത്ത് നോമ്പുകാരെ പോലെ ആയിരിക്കണം. ഒരാൾ കണ്ടാൽ നിനക്ക് നോമ്പുണ്ട് എന്ന് തോന്നുന്ന തരത്തിലായിരിക്കണം പെരുമാറ്റം. പക്ഷെ നമുക്ക് എന്തെങ്കിലും വിശക്കും, ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താണ്, വീടിൻ്റെ ഉള്ളിൽ പോയി രഹസ്യമായിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടാകും അല്ലേ, അതുപോലെ തന്നെ മുതിർന്ന ആൺമക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം അത് നല്ലതല്ല. അപ്പോൾ അവരും ഇതെന്താണ് ഉമ്മ നോമ്പില്ലേ, എന്താണ് നോമ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്? അത് പിന്നെ അവിടെ പോയി പറയും, എടാ ഉമ്മാക്ക് നോമ്പില്ല, ഉമ്മ അവിടെ നിന്ന് ഫുഡ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലത്തും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പലരും ഈ കൊച്ചുമക്കളല്ല, കൊച്ചു ആൺമക്കൾ, അവർക്കറിയില്ലല്ലോ നിസ്കാരമില്ല എന്നൊക്കെ. അവരെന്ത് ചെയ്യും? ഉമ്മച്ചി അവിടെ നോമ്പ് മുറിച്ചു, ഉമ്മച്ചി ഉച്ചവരെ നോമ്പ് പിടിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ അയൽവാസികളുടെ അടുക്കൽ പോയി പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ്, ആരും കാണാതെ ആയിരിക്കണം ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ നോമ്പുകാരെ പോലെ കഴിയുക. പിന്നെ ആ സമയത്ത് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ സമയത്ത് നമ്മൾ ഈ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ അല്ലേ, റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസം പറയേണ്ടത് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10 വരുമ്പോൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലേ, പുണ്യമായ ദിക്റുകൾ. അതോടൊപ്പം തന്നെ റമദാനിൻ്റെ 1 മുതൽ 30 വരെ നമ്മൾ പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഈ പറയപ്പെട്ട ദുആയും ദിക്റൊക്കെ നിസ്കാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, വുളു ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാവർക്കും എപ്പോഴും പറയാവുന്നതാണ്, പറയേണ്ടതാണ്. അപ്പോൾ ഈ ദിക്റുകളൊക്കെ ഇങ്ങനെ അധികരിപ്പിക്കുക. അപ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടല്ലോ തറാവീഹ് നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം എന്നൊക്കെ. പക്ഷേ ആ ഒരു സാഹചര്യം അള്ളാഹു തന്നതുകൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്ത്, നല്ല ഒരു നിയ്യത്തുണ്ടെങ്കിൽ അത് ചെയ്ത പ്രതിഫലം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അള്ളാഹു തരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾക്ക് നമുക്കും പ്രതിഫലവും അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു താല ഈ പറയുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയൊക്കെ പുണ്യം അള്ളാഹു
അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്തൊക്കെ പറയാറുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുള്ള ശഅബാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, വരുന്ന റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവെ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിത്തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.